സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോരതീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. എന്നെ സംബന്ധിച്ചിടത്തോളം 1974 തുടങ്ങി 80 വരെ അദ്ദേഹം എൻ്റെ ആധ്യാത്മിക പിതാവായിരുന്നു. എൻ്റെ ഒരു ഗുരുബോധൻ മാത്രമല്ല, എൻ്റെ ഒരു പ്രൊഫസർ മാത്രമല്ല, എൻ്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾക്ക് കൃത്യത നൽകിയിട്ടുള്ളത്, വ്യക്തത നൽകിയിട്ടുള്ളത് അച്ഛൻ്റെ സ്പിരിച്വൽ ഗൈഡൻസാണ്. ഷാർപ്പായിട്ട് അദ്ദേഹം ഒരാളെക്കുറിച്ച് പറയുന്നു. കൃത്യതയുള്ള വിശകലനങ്ങൾ, ജീവിതത്തിൽ തിരുത്തേണ്ട കാര്യങ്ങൾ, ജീവിതത്തിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ. ഞാൻ ഇന്നൊരു വൈദികനായിട്ട് 35 വർഷങ്ങൾ കഴിയുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കും, ഞാനെന്ന ഫലവൃക്ഷത്തിൻ്റെ ചുവട് കളച്ച് വളമിട്ട വെള്ളമൊഴിച്ച കർഷകൻ അദ്ദേഹമായിരുന്നു. ചെറുപ്പത്തിലേറെ കുസൃതിയായിരുന്ന കുഞ്ഞിപ്പാലു മുതിർന്നപ്പോൾ ഒരു മഹാഗുരുവായി തീർന്നത് ഒരുപക്ഷെ ദൈവത്തിൻ്റെ ഒരു വികൃതിയാവാം. ദൈവസ്നേഹം ശിശുസഹജമാണല്ലോ. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം തൃശൂർ തോപ്പ് സെമിനാരിയിൽ തുടങ്ങി ശ്രീലങ്കയിലെ കാൻഡി സെമിനാരി, പൂനെയിലെ പേപ്പൽ സെമിനാരി എന്നിവിടങ്ങളിലായി വൈദിക പഠനം പൂർത്തിയാക്കി. പിന്നീട് ഒരു കൊല്ലം ചാലക്കുടി ഫൊറോന ദേവാലയത്തിൽ സഹവികാരിയായി സേവനം ചെയ്തു. പോളച്ചൻ ഈ ഒരു കൊല്ലം മാത്രമാണ് ഇടവക സേവനം ചെയ്തത്. ഞാൻ കിഴക്കേ ചാലക്കുടി സെൻറ് മേരീസ് ഫൊറോന പള്ളിയിൽ അസ്തന്തിയായിരുന്നപ്പോൾ അവിടെ വികാരിയായിരുന്നത് പെരിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ജോർജ് അഖ്രയച്ചൻ ആയിരുന്നു. അദ്ദേഹം വിശുദ്ധിയും വിജ്ഞാനവും ഉള്ള ഒരു നല്ല വൈദികനായിരുന്നു. സമാധാനപ്രിയനായിരുന്നു. രൂപതയിൽ ഏതെങ്കിലും സ്ഥലത്ത് പ്രശ്നമുണ്ടായാൽ
അവിടെ സമാധാനം സംസ്ഥാപിക്കാനായിട്ട് അദ്ദേഹത്തെ വിടുമായിരുന്നു. ഈ ജോർജ് അച്ഛനും ഞാനും വളരെ സ്നേഹത്തിലാണ് അവിടെ കഴിഞ്ഞിരുന്നത്. അച്ഛൻ എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുമായിരുന്നു പല കാര്യങ്ങളിലും. എൻ്റെ പാട്ട് അത്ര വിശേഷമല്ലായിരുന്നു. അച്ഛനെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു അതിൻ്റെ ശരിയായ രീതികളൊക്കെ. ഞാൻ ക്യാൻറ്റീനും പൂനായും പഠിച്ചതുകൊണ്ട് മലയാളം ഏറെക്കുറെ മറന്നുപോയ രീതിയായിരുന്നു. അതുകൊണ്ട് അവിടെയും എനിക്ക് പ്രയാസമുണ്ടായി. അതിലൊന്നും അച്ഛൻ എന്നെ നിരുത്സാഹപ്പെടുത്തിയില്ല. അച്ഛൻ എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അച്ഛന് ഞാൻ സാധാരണ അസന്ധിമാർ ആരും ചെയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്തു. അച്ഛൻ തന്നെയായിരുന്നു എൻ്റെ കുമ്പസാരക്കാരൻ. അച്ഛൻ്റെ അടുത്താണ് ഞാൻ കുമ്പസാരിച്ചു കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ സെൻറ് തോമസ് കോളേജിൽ പഠിക്കാൻ ഇടയാവാൻ കാരണം ജോർജനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ജോർജന് എൻ്റെ ഉയർച്ചയിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയായിരുന്നു. ഏതാണ്ട് ഇതേ കാലയളവിൽ തന്നെ അദ്ദേഹം തൃശൂർ സെയിൻറ് തോമസ് കോളേജിൽ നിന്നും രസതന്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും ബിരുദമെടുത്തു. പോൾ മാറോക്കിയച്ചൻ എൻ്റെ നാട്ടുകാരനാണ്, സ്വന്തം ഇടവക്കാരനുമാണ്. ചെറുപ്പകാലങ്ങളിൽ അൾത്താര സംഘത്തിൽ പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്ന സമയങ്ങളിലൊക്കെയും വിശുദ്ധ കുർബാനയ്ക്ക് കൂടുന്ന അവസരങ്ങളിൽ പലപ്പോഴും വെക്കേഷനായി വീട്ടിലേക്ക് വരുന്ന അവസരത്തിലും കുടുംബത്തിലെ മറ്റ് പരിപാടികൾക്കുമായി എത്തുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ദിവ്യബലിയിൽ കുർബാനയ്ക്ക് കൂടുന്നതിന് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടെ ഭക്തിയോടെ വിശുദ്ധ ബലി അർപ്പിക്കുന്ന മാറോക്കിയച്ചൻ ഞങ്ങൾക്കൊക്കെ എന്നും മാതൃകയായിരുന്നു. തുടർന്ന് സെമിനറിയിൽ ചേർന്നതിന് ശേഷം വടവാതൂർ സെൻറ് തോമസ് അപ്പസ്റ്റോലിക് സെമിനറിയിൽ ഫിലോസഫി പഠനകാലത്തും ദൈവശാസ്ത്ര പഠനകാലത്തും അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് അധികവും സ്പേസ് സയൻസിനെ കുറിച്ചും ലോജിക്ക് എന്ന വിഷയത്തെക്കുറിച്ചുമൊക്കെ ആയിരുന്നു. വടവാതൂർ സെമിനറിയിലെ ഏറ്റവും നല്ല അധ്യാപകരിൽ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട പോൾ മാറോക്കിയച്ചൻ. അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന അഗാധമായ പാണ്ഡിത്യവും അത് ഏറ്റവും മനോഹരമായ രീതിയിൽ വിദ്യാർത്ഥികളിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും അപാരമാണ്. വളരെ ആക്ഷനോടുകൂടെ സ്പേസ് സയൻസിൻ്റെ വിവിധ ഭാഗങ്ങൾ അദ്ദേഹം വളരെ സരസമായിട്ട് ക്ലാസ്സുകളിൽ അവതരിപ്പിക്കുമായിരുന്നു. അത് ഞങ്ങൾക്കെന്നും സന്തോഷവും ഒരുതരം എൻ്റർടൈൻമെൻറ്റ് പോലെയാണ് അദ്ദേഹം ഞങ്ങൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിരുന്നത്. തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ BSc ഫിസിക്സിന് അദ്ദേഹം പഠിക്കുമ്പോൾ മൈനർ സെമിനറിയിൽ നിന്നാണ് അദ്ദേഹം ആ പഠനം നിർവഹിച്ചിരുന്നത്. അന്ന് മൈനർ സെമിനറി വിദ്യാർത്ഥികളോടൊപ്പം ഏറ്റവും മനോഹരമായിട്ട് ഇടപഴകുകയും അവർക്കൊരു മാതൃകാ വൈദികനായി പരിലസിക്കുകയും ചെയ്തിരുന്നത് അന്ന് കാലഘട്ടത്തിൽ പഠിച്ചിരുന്നവർ പിന്നീട് വൈദികരായതിനു ശേഷം അവർ പറയുന്നത് ഞങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. മാറോക്കിയച്ചൻ്റെ വിശുദ്ധമായ ജീവിതം എപ്പോഴും ഞങ്ങൾക്ക് പ്രചോദനമാണ്, സന്തോഷമാണ്. സെയിൻറ് തോമസിൻ്റെ അഭിമാനമായിട്ട് ഇന്നും ജീവിക്കുന്ന മാറോക്കിയച്ചന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. സഭ അദ്ദേഹത്തിൻ്റെ സേവനം ആഗ്രഹിച്ചിരുന്നത് അധ്യാപന രംഗത്തായിരുന്നു. ആയതിനാൽ തന്നെ വടവാതൂർ സെയിൻറ് തോമസ് അപ്പോസ്തോലിക് സെമിനാരിയിൽ പ്രൊഫസറായി നിയമിതനായി. 1964 ഫെബ്രുവരി മാസത്തിൽ ആൽപ്പാട്ട് പിതാവ് എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛനെ
ഒടവ സെമിനാരിലേക്ക് വിളിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, സെമിനാരി ജീവിതം എനിക്കിഷ്ടമാണ്, അടക്കം ചിട്ടയുമുള്ള ഒരു ജീവിതം. എനിക്ക് ഫിലോസഫിയിലും തിയോളജിയിലും മാസ്റ്റേഴ്സ് ഉണ്ട്, എന്നാൽ ഡോക്ടറേറ്റ് ഇല്ല. ഡോക്ടറേറ്റ് ഇല്ലാത്ത ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? പിതാവ് പറഞ്ഞു, അച്ഛന് ഡോക്ടറേറ്റ് ഇല്ല എന്ന് അറിയുന്നവർ തന്നെയാണ് അച്ഛന് തന്നെ വേണമെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, പിതാവ് പറയുന്ന പോലെ ചെയ്യാം. എന്നപ്പോൾ കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പരീക്ഷ എഴുതിയിട്ടില്ല. പരീക്ഷ എഴുതി റിസൾട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ 1964 ഒടവ സെമിനാരിൽ ജോലിയിൽ പ്രവേശിച്ചു. അന്ന് ആരംഭിച്ച ആ ജോലി 33 കൊല്ലം ഞാൻ തുടർന്നു കൊണ്ടുപോയി. നീണ്ട 33 കൊല്ലക്കാലം അദ്ദേഹം അവിടെ വൈദിക വിദ്യാർത്ഥികൾക്ക് വഴികാട്ടിയും ഗുരുഭൂതനുമായിരുന്നു. 1974 തുടങ്ങി 1980 വരെ വടവാതൂർ സെമിനാരിയിലെ എൻ്റെ പൗരോഹിത്യ പരിശീലനം നിർവഹിക്കപ്പെട്ടു. ആ കാലയളവിൽ ഞങ്ങളുടെ വന്യ ഗുരുഭൂതനായിരുന്നു ബഹുമാനപ്പെട്ട പോൾ മാറോക്കച്ചൻ. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ തത്വശാസ്ത്ര വിഭാഗത്തിലായിരുന്നു. അദ്ദേഹം പ്രധാനമായിട്ടും ഞങ്ങളെ പഠിപ്പിച്ചത് സൃഷ്ടികർമ്മവും പരിണാമ സിദ്ധാന്തവും തമ്മിലുള്ള പൊരുത്തപ്പെടൽ അതെങ്ങനെയാണ് സാധ്യമാക്കുക, ശാസ്ത്രം കൊണ്ട് ദൈവശാസ്ത്രത്തെ എങ്ങനെ സാധൂകരിക്കാൻ സാധിക്കും, ഐൻസ്റ്റൈൻ്റെ ആപേക്ഷിക സിദ്ധാന്തം. അദ്ദേഹം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിവിൻ്റെ ഒരു സർവകലാശാലയാണ്. അദ്ദേഹം പഠിപ്പിക്കുന്ന വിഷയങ്ങളിലെ ആഴക്കടലുകൾ മുങ്ങിത്തപ്പിയ മുത്തുച്ചിപ്പികളാണ് അദ്ദേഹം ക്ലാസ്സിൽ വയ്ക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു 45 മിനിറ്റ് നേരത്തെ ഒരു പീരീഡ് ഞങ്ങൾ വൈദിക വിദ്യാർത്ഥികൾ കാതോർത്ത് ഹൃദയം തുറന്ന് സന്തോഷത്തോടെ കാത്തിരിക്കും. പുതിയ കാര്യങ്ങൾ, ഞങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ, ശാസ്ത്രവും ദൈവശാസ്ത്രവും തമ്മിലുള്ള പൊരുത്തപ്പെടാനുള്ള പരിശ്രമങ്ങളിലെ സഭയുടെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹം അറിവിൻ്റെ ഒരു സമാഹാരമായിരുന്നു. പൊതുസമൂഹത്തിലും സഭയിലും ഒട്ടേറെ നന്മകൾ ചെയ്യുന്ന വൈദികരെ വാർത്തെടുക്കുന്നതിൽ മാറോക്കിയച്ചൻ്റെ പങ്ക് തികച്ചും അവർണ്ണനീയം തന്നെ. അദ്ദേഹം ക്ലാസ്സിലേക്ക് കയറുമ്പോഴേ തന്നെ ഹിമാലയം കീഴടക്കിയ ഒരു വിജയ ആരോഹണത്തിൻ്റെ ആധികാരികതയോടെയാണ് അദ്ദേഹം ആ വിഷയത്തെ സംബന്ധിച്ച് അതിനേക്കാൾ കൂടുതൽ വേറൊരാൾക്ക് പറയാൻ കഴിയാത്ത വിധത്തിൽ പഴുതുകൾ അടച്ച് ഗ്രഹപാഠം ചെയ്തൊരു അധ്യാപകൻ. വായന കൊണ്ടും കൃത്യത കൊണ്ടും വ്യക്തത കൊണ്ടൊക്കെ ഞങ്ങളുടെ മനസ്സുകളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളൊരു അധ്യാപകൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ അറിവിനെ കുറിച്ചല്ല സത്യത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അറിവുള്ള പലർക്കും ജീവിതം ഉണ്ടാകാറില്ല. അറിവും സുവിശേഷ സാക്ഷ്യവും ഒന്നിച്ചു പോകുന്നൊരു അധ്യാപകൻ. മാറോക്കച്ചൻ എന്ന് ഞങ്ങളോട് പറയുമ്പോൾ അദ്ദേഹം അറിവ് നൽകിയ ഒരു സർവവിജ്ഞാന കോശത്തെ പോലെ അറിവുള്ള ഒരു മനുഷ്യനെന്നതിനേക്കാൾ കൂടുതൽ താൻ എന്ത് വിശ്വസിക്കുന്നുവോ അത് കലർപ്പ് കൂടാതെ ജീവിച്ച് തെളിയിച്ച് സാക്ഷ്യപ്പെടുത്തിയ ഒരു ആധികാരികയുടെ വ്യക്തിത്വം. ഞങ്ങളെ സംബന്ധിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു മുഖമാണ് ബഹുമാനപ്പെട്ട മാറോക്കിയച്ചൻ്റേത്. 3 പ്രധാനപ്പെട്ട മേഖലകളിൽ ഞാൻ അച്ഛനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് ഞങ്ങൾ അച്ഛനെ പരിചയപ്പെടുന്നത്
ഒരു നലം തികഞ്ഞ ഒരു അധ്യാപകൻ്റെ രൂപത്തിലാണ്. ഒരുപക്ഷെ സെമിനാരി പഠനത്തിനിടയിൽ തത്വശാസ്ത്ര ദൈവശാസ്ത്ര വിഷയങ്ങൾക്ക് പുറമെ സമൂഹത്തിൽ നൂതനമായ കാര്യങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് കുട്ടികൾക്ക് അറിവ് നൽകുന്ന ഏറ്റവും രസകരമായ സെമിനാരിയിലെ ഒരു വിഷയം അത് മാറോക്കി അച്ഛൻ ഞങ്ങൾക്കെടുത്ത വിഷയമാണ്. നൂതനമായ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് ഏറ്റവും ആസ്വാദ്യകരമായ രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള അച്ഛൻ്റെ ഒരു കഴിവ് അത് ഏറെ പ്രശംസനീയമാണ്. ഒരിക്കലും കുട്ടികൾ അലസരായി ക്ലാസ്സിലിരിക്കാത്ത ശൈലിയിലാണ് അച്ഛൻ എപ്പോഴും ക്ലാസ്സുകൾ എടുക്കുക. അച്ഛൻ്റെ മുഖഭാവവും അച്ഛൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതിയും അതുപോലെ തന്നെ സംസാര ശൈലിയും ക്ലാസ്സുകളിൽ കുട്ടികൾ തീവ്രമായിട്ട് ശ്രദ്ധിച്ചിരിക്കാൻ എപ്പോഴും സഹായകരമായിരുന്നു. പ്രത്യേകിച്ച് മതവും ശാസ്ത്രവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള അച്ഛൻ്റെ യുക്തി കൊണ്ടുള്ള സമർത്ഥിക്കൽ ഞങ്ങൾക്കതൊരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. ഐൻസ്റ്റൈൻ്റെ ചിന്ത മതം കൂടാതെയുള്ള ശാസ്ത്രം അത് മുടന്തുള്ളതാണെന്നും ശാസ്ത്രം കൂടാതെയുള്ള മതം അത് അന്ധമാണെന്നുമുള്ള അച്ഛൻ്റെ പഠനം ഞങ്ങൾ ഇന്നും മനസ്സിൽ അതുപോലെ തന്നെ സൂക്ഷിക്കുകയാണ്. അറിവ് ജീവിതം കൊണ്ട് സാക്ഷ്യമാക്കിയ ഒരു മനുഷ്യൻ. മാറൂക്കിച്ചൻ പറഞ്ഞ കാര്യം ഞങ്ങൾ പഠിച്ചത് പുസ്തകത്തെ നോക്കിയിട്ടല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നോക്കിയിട്ടാണ്. ഞങ്ങൾ വൈദിക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിത യാത്രയിലെ ഞങ്ങളുടെ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും പരീക്ഷകളൊക്കെ പാസ്സാകാൻ ഞങ്ങൾ ഉപദേശിക്കുന്ന ഒരു കൈപ്പുസ്തകം അദ്ദേഹത്തിൻ്റെ ജീവിതമായിരുന്നു. കൃത്യതയുള്ളൊരു മനുഷ്യൻ. താൻ പ്രായോഗികമാക്കാത്ത ഒരു കാര്യവും ഒരാളോടും അദ്ദേഹം പഠിപ്പിച്ചിട്ടുമില്ല, പ്രസംഗിച്ചിട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതത്തിൻ്റെ മുറിച്ച് പങ്കിടലായിരുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മാർപ്പാപ്പയുടെ പഠനങ്ങളെയെല്ലാം ചേർത്ത് ചിന്തിക്കുമ്പോൾ അച്ഛൻ അന്നത്തെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെയും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പഠിപ്പിച്ച കാര്യങ്ങൾ എത്രയോ വിലപ്പെട്ടതാണെന്ന് ഇന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. രണ്ടാമത് അച്ഛനെ സെമിനാരി വിദ്യാർത്ഥികൾ ഒരിക്കലും മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന പുറകിലുള്ള ഒരു രഹസ്യം അച്ഛൻ്റെ ആത്മീയ ശിക്ഷണമാണ്. കൃത്യമായിട്ടും വ്യക്തമായിട്ടും എങ്ങനെയാണ് ഒരു വൈദികൻ തൻ്റെ ജീവിതശൈലി രൂപപ്പെടുത്തേണ്ടത് എന്ന് സ്വന്തം അനുഭവങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അച്ഛൻ കുട്ടികൾക്ക് നൽകിയ ആത്മീയ ശിക്ഷണം അത് പരിശീലന കാലഘട്ടത്തിൽ വൈദിക വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എന്ന് മുതൽക്കൂട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സെമിനാരിലെത്തുന്ന വൈദിക വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് ആത്മീയ പിതാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആഗ്രഹിച്ചിരുന്ന ഒരു പേര് അത് ബഹുമാനപ്പെട്ട പോൾ മാറോക്കി അച്ഛൻ്റേതാണ്. മൂന്നാമത് ഞാൻ അച്ഛനെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു മേഖല അച്ഛൻ്റെ മാനുഷിക ഗുണങ്ങളാണ്. സായാഹ്ന സമയങ്ങളിൽ ബാസ്കറ്റ്ബോൾ കോർട്ടിലെത്തുന്ന അച്ഛൻ കളിക്കളത്തിൽ കൂടെ നിൽക്കുന്ന കൂട്ടുകാരെയും കുട്ടികളെയും ഒരുമിച്ച് നിർത്തി കളിപ്പിക്കുന്ന അച്ഛൻ്റെ ശൈലി. അച്ഛൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ബാസ്കറ്റ്ബോളിൽ വളരെ കൃത്യതയാർന്ന ഒരു ഷൂട്ടിംഗ്. അച്ഛൻ ഒരല്പസമയം ഉന്നം പിടിച്ചതിന് ശേഷമാണ് ബാസ്കറ്റ്ബോൾ ഷൂട്ട് ചെയ്യുക. അത് കൃത്യമായിരിക്കും. എനിക്ക് തോന്നുന്നു അത് കോർട്ടിൽ മാത്രമല്ല അച്ഛൻ്റെ ജീവിതത്തിലും അച്ഛൻ്റെ പ്രവർത്തന ശൈലിയിലുമുള്ള ആ കൃത്യത, വ്യക്തത അത് കൃത്യമായിട്ട് തെളിഞ്ഞിരുന്നൊരു മേഖല അത് കളിക്കോർട്ടിലാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. മാറോക്കി അച്ഛൻ്റെ അക്ഷീണ പരിശ്രമവും ദൈവഹിതവും ഒന്നു ചേർന്നപ്പോൾ വടവാതൂർ സെമിനാരിക്ക് കൈവന്നത് ബൃഹത്തും സമ്പന്നവുമായ ഒരു ഗ്രന്ഥശാലയാണ്. വടവാതൂർ സെമിനറിയിലെ വളരെ വലിയ ഗ്രന്ഥശാലയുടെ ലൈബ്രറിയനായിരുന്നു ബഹുമാനപ്പെട്ട മാറോക്കി അച്ഛൻ. ആ ഓരോ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെ കടന്നുപോയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏത് വിഷയത്തെക്കുറിച്ച് പുസ്തകങ്ങൾ തിരയുമ്പോഴും അദ്ദേഹത്തിൻ്റെ സഹായം എപ്പോഴും ഞങ്ങൾക്ക് സംലഭ്യമായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചാൽ ഏത് സെക്ഷനിൽ ചെന്നാൽ ആ ബുക്കുകൾ കിട്ടും എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുമായിരുന്നു. സെമിനറി ലൈബ്രറിയുടെ
നവീകരണം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും മനോഹരമായിട്ട് ചെയ്തു. ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് പുസ്തകങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിന് ജുവേ ഡെസിമൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അത് ഏറ്റവും മനോഹരമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക മാത്രമല്ല, ഏറ്റവും മനോഹരമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുകയും വിദ്യാർത്ഥികളായ ഞങ്ങളെക്കൊണ്ട് അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യിക്കുന്നതിനും അദ്ദേഹം വളരെ ദത്തശ്രദ്ധനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും സെമിനറി ലൈബ്രറികളിലെ ഏറ്റവും മനോഹരമായ ലൈബ്രറി, അതിൻ്റെ പുതിയ ബ്ലോക്കുകളിൽ ഏറ്റവും മനോഹരമായിട്ട് ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. അതിന് ഏറ്റവും അടിത്തറയിട്ടത് ബഹുമാനപ്പെട്ട പോൾ മാറോക്കിയച്ചനായിരുന്നു. കോട്ടയത്ത് വടവാതൂർ സെമിനാരിയിൽ തത്വശാസ്ത്രം പഠിക്കുന്ന കാലത്ത് മനസ്സിൽ എന്നും തെളിഞ്ഞു വരുന്ന ഒരു മുഖമാണ് ബഹുമാനപ്പെട്ട പോൾ മാറോക്കിയച്ചൻ്റേത്. തത്വശാസ്ത്രം പഠിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട് മനസ്സിൽ വരാറുണ്ട്. മനുഷ്യൻ്റെ ഉൽപ്പത്തി എങ്ങനെയാണ്, പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി എങ്ങനെയാണ്, ഇതിനൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള ഉത്തരങ്ങൾ പലപ്പോഴും വരാറുണ്ട്. എവല്യൂഷൻ തരുന്ന ഒരു ഉത്തരമുണ്ട്, അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടികർമ്മത്തെക്കുറിച്ചുള്ള വിവരണമുണ്ട്. ഇത് രണ്ടും കൂടെ എങ്ങനെ ഒത്തുപോകാം, അതിന് പലപ്പോഴും ഉത്തരം നൽകിയിട്ടുള്ളത് പോളച്ചനാണ്. പോളച്ചന് ശാസ്ത്രത്തിലും അതുപോലെ തന്നെ ദൈവശാസ്ത്രത്തിലും അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്തയിലെ സുതാര്യത, വാക്കിലെ മാന്യത, പെരുമാറ്റത്തിലെ ഹൃദ്യത, എപ്പോഴും സംലഭ്യനായിട്ടുള്ള മനുഷ്യൻ, ഇതൊക്കെ എന്നും ഞങ്ങൾക്ക് ആകർഷകമായിരുന്നു. ഒരു പക്ഷേ അന്ന് ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനായിട്ടാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അന്ന് പരമ്പരാഗതമായി ആധ്യാത്മിക ജീവിതം നയിക്കുന്ന ഞങ്ങളുടെ ജോർജ് മാത്യു മങ്കുഴികരിച്ചനുണ്ട്. എന്നാൽ പോൾ മാറോക്കിയച്ചൻ്റേത് കുറച്ചും കൂടിയും ആധുനിക ആധ്യാത്മികതയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പഠിപ്പിക്കൽ മാത്രമല്ല, അദ്ദേഹത്തോട് ഒരുമിച്ച് ഞങ്ങൾ ഒരു സോഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഞങ്ങൾ അവിടെ ഒരുപാട് ജോലികൾ ചെയ്യുകയും ചെയ്തു. അതിൽ നിന്ന് കിട്ടുന്ന ലാഭമൊക്കെ പലപ്പോഴും ഞങ്ങൾ സോഷ്യൽ സർവീസിന് വേണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആദ്യമായിട്ട് കോട്ടയം സെമിനാരിൽ നിന്ന് ബിബ്ലിക്കൽ ഡയറി ഇറക്കിയത് തന്നെ പൊളച്ചൻ്റെ നേതൃത്വത്തിലാണ്. പൊളച്ചൻ എപ്പോഴും ഒറിജിനാലിറ്റിയും ഇനിഷ്യേറ്റീവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും സുതാര്യത, ചിന്തയിലെ ആ സുതാര്യത പ്രത്യേകത ശ്രദ്ധേയമാണ്. ഡാർവിൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ശരിയാകുകയില്ല എന്ന് കരുതുന്ന ആളുകൾ ഇന്നും അനേകരുണ്ട്. കത്തോലിക്കരുടെ ഇടയിലുണ്ട്, വൈദികരുടെ ഇടയിലുണ്ട്, സന്യസ്തരുടെ ഇടയിലും ഉണ്ട്. അതുകൊണ്ട് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണിത്. ബൈബിൾ പറയുന്നത് ശരിയാണെങ്കിൽ ഡാർവിൻ പറയുന്നത് തെറ്റായിരിക്കുമല്ലോ. ഡാർവിൻ ശാസ്ത്രജ്ഞനല്ലേ? ശാസ്ത്രത്തിൻ്റെതായ രീതിയിൽ എല്ലാം തെളിയിച്ചു വച്ചിരിക്കുന്നു. പിന്നെ ബൈബിൾ പറയുന്നത് എങ്ങനെ ശരിയായിരിക്കും? ഇതെനിക്ക് ആദ്യം തന്നെ ബൈബിളിനെ കുറിച്ച് പറയാനുള്ളത്, ഈ സൃഷ്ടിയുടെ വിവരണം ഉൽപ്പത്തി 1-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ നാം മനസ്സിരുത്തി വായിച്ചാൽ അത് അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ട കാര്യമല്ലെന്ന് നമുക്ക് വളരെ വ്യക്തമാവും. ഒരു ഉദാഹരണം മാത്രം പറയാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എല്ലാം സൃഷ്ടിച്ചു എന്നർത്ഥം. അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. ഒരു പണ്ഡിതന്മാർ പറയുന്നതിൻ്റെ അർത്ഥം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, എല്ലാം സൃഷ്ടിച്ചു എന്ന് തന്നെ അതിൻ്റെ അർത്ഥം. പിന്നെ പോയിട്ട് 1-ാം ദിവസം എന്നത്, 2-ാം ദിവസം എന്നത്, 3-ാം ദിവസം എന്നത്, ഒരു 4-ാം ദിവസം മുഖ്യൻ 14-ാമത്തെ വാക്യത്തിൽ ശ്രദ്ധിച്ചോളണം. 4-ാം ദിവസമാണ് സൂര്യനുണ്ടാകുന്നത്.
അപ്പോൾ പിന്നെ 1, 2, 3 ദിവസങ്ങൾ എങ്ങനെയുണ്ടായി സൂര്യനില്ലാതെ? എന്തേ, നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലാകുന്നുണ്ടോ? അപ്പം ബൈബിൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ചില അക്ഷരാർത്ഥത്തിൽ ചില കാര്യങ്ങളല്ല, എല്ലാം ദൈവം സൃഷ്ടിച്ചു എന്ന് തന്നെയാണ് ബൈബിൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള സമീപനം ഡാർവിൻ്റെ കാലത്ത് എല്ലാ ക്രൈസ്തവർക്കോ കത്തോലിക്കർക്കോ ഇല്ലായിരുന്നു. അതുകൊണ്ട് കുറേ പേര് ഡാർവിനെ എതിർത്തിട്ടുണ്ട്. ഇതൊക്കെ സത്യമാണ്. എന്നാൽ ഇന്ന് കാര്യങ്ങളെല്ലാം വളരെ മാറിയിട്ടുണ്ട്. ഇന്നത്തെ നിലപാട് പറയുകയാണെങ്കിൽ, നോക്കിയേ, നിലപാട് പറയുകയാണെങ്കിൽ പരിണാമം സൃഷ്ടിയുടെ രീതിയാണ്. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? പരിണമിക്കുന്ന പ്രപഞ്ചത്തിലൂടെ സൃഷ്ടാവായ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഡാർവിൻ തൻ്റെ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡാർവിൻ തൻ്റെ ഒറിജിനൽ സ്പീഷീസ് എന്ന പുസ്തകം അവസാനിപ്പിക്കുന്നത് തന്നെ, നോക്കിയാൽ, സൃഷ്ടാവായ ദൈവത്തിൻ്റെ സ്തുതികൾ പാടിക്കൊണ്ടാണ്. പരിണമിക്കുന്ന പ്രപഞ്ചത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സൃഷ്ടാവായ ദൈവത്തിൻ്റെ സ്തുതികൾ പാടിക്കൊണ്ടാണ് ഡാർവിൻ തൻ്റെ പുസ്തകം അവസാനിപ്പിക്കുന്നത്. ഈ ലോകത്തിലുള്ള ഇന്നുള്ളതും നേരത്തെ നിന്നുപോയതുമായ എല്ലാ ജീവികൾക്കും ഒറ്റ ജനറ്റിക്കോടെ ഉള്ളൂ. എന്താ അതിൻ്റെ അർത്ഥം? പരിണാമം നടന്നിട്ടുണ്ടെന്ന് തന്നെ, ഒരു സംശയമില്ല. എല്ലാ ജീവികൾക്കും ഒറ്റ ജനറ്റിക്കോടെ ഉള്ളൂ. ഏത് പാരമ്പര്യശാസ്ത്രത്തിനോടും ചോദിച്ചു നോക്കിക്കോ, അതിൻ്റെ അർത്ഥം പരിണാമം നടന്നിട്ടുണ്ട് എന്ന് തന്നെ. ഡാർവിൻ പറഞ്ഞത് ശരിയാണ്. പരിണാമം സൃഷ്ടിയുടെ രീതിയാണ്. പരിണമിക്കുന്ന പ്രപഞ്ചത്തിലൂടെ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഓർത്താൽ മതി. കരുണയേറിയ കാൽവരി കുന്നിലൂറും സ്നേഹവായ്പുകൾ പങ്കുവച്ചവരല്ലേ ഇവിടെ നിന്നും രക്ഷ നേടാതാരും മടങ്ങുകയില്ല. പാപമോചനം യേശു ചിന്തിയ ചോരതൻ വിജയം. സുഭഗമോർമ്മകൾ പീലി നീർത്തുന്ന കാലം. പാദമുദ്രകൾ നീർത്തടാകങ്ങളാ